ഉരുളക്കിഴങ്ങ് വെച്ച് നിങ്ങൾ അവിയൽ തയ്യാറാക്കിയിട്ടുണ്ടോ? അറിഞ്ഞു തുടങ്ങിയത് ആ റെസിപ്പി പിടിച്ചോന്നേ. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു സവോളയും നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പാത്രം ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. കടുക് ഇട്ട് നിങ്ങൾക്ക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം. ഞാൻ കടുക് ഉപയോഗിക്കത്തില്ല അവിയൽ വെക്കുമ്പം. ആ കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇട്ട് കൊടുത്ത് ഒരു നുള്ള് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ടേ. തക്കാളി ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസ് തന്നെയാണേ. പിന്നെ ഒരു 3 പച്ചമുളകും നീളത്തിന് കീറിയിട്ടുണ്ടായിരുന്നു. അത് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പച്ചവെള്ളം എടുക്കരുത്, നിങ്ങൾ തിളച്ച വെള്ളം ഉപയോഗിക്കണേ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാവേ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് തുറന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അരപ്പെടുക്കാവേ. അതിന് വേണ്ടി ഞാനൊരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ടേ. 3 പിടി തേങ്ങയ്ക്കകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 2 വെളുത്തുള്ളിയും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചിലർ അവിയൽ വെക്കുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കത്തില്ല, ഞാൻ പക്ഷേ വെളുത്തുള്ളി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഗ്യാസല്ലേ, അപ്പം വെളുത്തുള്ളി ഇടുന്നത് നല്ലത് തന്നെ. പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാവേ, അരഞ്ഞു പോരുത് കേട്ടോ. അതിൻ്റെ ഒരു പരുവ് നമുക്ക് അവിയലിൻ്റെ പരുവ് അറിയാലോ, ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി കേട്ടോ, അരഞ്ഞു പോരുത്. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് തുറന്ന് നോക്കണേ, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് അവസാനം വെള്ളം നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പൊക്കെ നോക്കിയിട്ട് അവസാനം കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചി നല്ലതുപോലെ ഞെവിടി അങ്ങ് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാവേ. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് അവിയലൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ചിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു റെസിപ്പി അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് അവിയൽ, തക്കാളി അവിയൽ ഇതൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.